ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരു മിനി യൂറോപ്പ് ഫീൽ തരുന്ന ബാംഗ്ലൂരിൽ നിന്ന് എളുപ്പം എത്തിച്ചേരാവുന്ന വീക്കെൻഡ് ഫാമിലി ഡെസ്റ്റിനേഷനായ ജോളിവുഡ് സ്റ്റുഡിയോ അഡ്വഞ്ചേഴ്സിന്റെ പ്രത്യേകതകളും എത്തിച്ചേരേണ്ടതും എന്തുകൊണ്ട് ഇത് സജസ്റ്റ് ചെയ്യണു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ബാംഗ്ലൂരിലെ മറ്റ് ഫാമിലി പാർക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര തിരക്കുള്ള സ്ഥലമല്ല. വീക്കെൻഡുകൾ പോലും അത്ര തിരക്കില്ല. മുന്നേ ഇന്നോവേറ്റീവ് ഫിലിം സിറ്റി എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം റീസെന്റ് ആണ് റിനോവേഷൻ ചെയ്തത്. അപ്പൊ നിങ്ങൾ മുതിർന്നവരും കുട്ടികളൊക്കെ ആയിട്ട് വരുന്നെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള പാർക്കുകൾക്ക് പകരം ഈ സ്ഥലം ചൂസ് ചെയ്യുക. സേഫ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ്, റിലാക്സ് ചെയ്ത് ആസ്വദിക്കാം. അപ്പൊ പോകുന്ന വഴിയൊക്കെ ഒരു വില്ലേജ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. നമ്മൾ ഈ വട്ടം ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ ഈ വട്ടം സുൽഫത്തിന്റെയും ഹാരിസ്കയുടെയും കൂടെയാണ് നമ്മൾ വന്നത്. ഒരാൾ കൂടിയുണ്ട്, ഹൈസിൻ. ഇവരുടെ ഒരു കന്നി ട്രിപ്പാണിത്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ഒരു മൊമെന്റ് ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. വരുമ്പോൾ ഒരു വെൽക്കമിങ് പാവകളൊക്കെ കാണാം. പക്ഷേ ഹൈസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറാണ്. നല്ല വീക്കെൻഡിലാണ് പോയത്, പക്ഷെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസും ഫോട്ടോജനിക് പ്ലേസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാഹുബലി സിനിമയുടെ ഫോട്ടോ ഫ്രെയിംസ്, അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ലവർ ആണെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വണ്ടർലയിൽ പോയാലും ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസസും ഉണ്ട്. പക്ഷെ അവിടെ കൂടുതൽ റൈഡുകളും എക്യുപ്മെന്റ്സും ഇതൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. പിന്നെ ഇതുപോലെ ഫോട്ടോ എടുക്കാൻ സമയം കിട്ടില്ല. പിന്നെ അത്തരം സ്ഥലങ്ങൾ പോകുമ്പോൾ നമ്മൾ ഭയങ്കര കുറേ ആൾക്കാരായിട്ട് വരും, സ്പ്ലിറ്റപ്പ് ആയി പോയി നമുക്കത് അതിന് ക്യൂ നിന്ന് റൈഡിൽ കയറാന്നല്ലാണ്ട് നമുക്കൊരു ഫാമിലി മൊമെന്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫാമിലി മൊമെന്റ്സ് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇപ്പോൾ ഈവൻ ഫ്രണ്ട്സ് ആയിട്ടായാലും നിങ്ങൾ ഒരുമിച്ചൊന്ന് കൂടി ജസ്റ്റ് ഒരുമിച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ ഇത്തരം പ്ലേസ് ഇതിൽ ഫോട്ടോയ്ക്ക് ഫോട്ടോ, റൈഡിന് റൈഡ്. പക്ഷെ റൈഡുകൾ അത്ര കുറേ ഇല്ല, ലിമിറ്റഡ് ഉള്ളൂ. എന്നാലും റൈഡിന് റൈഡ്, വാട്ടർ സ്പോർട്സ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് കിഡ്സിന് കളിക്കാനുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഇവിടെ ടിക്കറ്റിൽ ഓൾമോസ്റ്റ് ഇൻക്ലൂഡഡ് ആണെങ്കിലും ഇതുപോലെ കിഡ്സിൻ്റെ ചില കളിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ചില ആർച്ചറി, ഗൺഷൂട്ട്സ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. ബട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. വാട്ടർ സ്പോർട്സ് ഫുൾ ഇൻക്ലൂഡഡ് ആണ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫുഡ് നിങ്ങൾക്ക് കോംബോ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം പാക്കേജിൽ. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. ബാക്കി എല്ലാം ഇത് ഒരു മിനി യൂറോപ്പ് ഫീൽ വരുന്നു. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. കാരണം ഞാൻ ഈ വീഡിയോ സ്റ്റോറി കിട്ടുമ്പോൾ പലരും ചോദിച്ചു ഇത് ഏതാ സ്ഥലം എന്നൊക്കെ ചോദിച്ചു. ഇത് 360 ഡാൻസ് ആണ്. ഇതും എക്സ്ട്രാ കൊടുക്കേണ്ടതാണ്. ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ അതിന് ആ ഡാൻസ് കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതാക്കാം. പക്ഷെ നല്ല മറ്റ് സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ക്ലാരിറ്റി തോന്നാറില്ല. പക്ഷെ ഇതിൻ്റെ വിഷ്വൽസ് അവരെടുത്തത് നല്ല ക്ലാരിറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത്ര ക്ലാരിറ്റി, നമ്മുടെ ഫോൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അത്ര ക്ലാരിറ്റി വരാറില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പക്ഷെ അത്ര ഡാൻസ് കാലൊന്നും അനക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത ഒരു ട്രൈബൽ മ്യൂസിയത്തിലോട്ടാണ് കയറുന്നത്. ഇങ്ങനെ ഒരുപാട് മ്യൂസിയങ്ങളുണ്ട് ഇവിടെ. ഇത് ട്രൈബൽ മ്യൂസിയത്തിൽ പണ്ടത്തെ ഒരു ആദിവാസി കൾച്ചർ, അവരുടെ സംസ്കാരം മ്യൂസിയം കാണിക്കുന്ന ജസ്റ്റ് ഒരു മ്യൂസിയം ആണ്. ഇതുപോലെ ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാത്തിൻ്റെയും നമ്മൾ ചെയ്തില്ല, നമ്മൾ മുന്നേ വന്നിട്ടുള്ളതായതുകൊണ്ടും. അത്ര ആക്ടിവിറ്റീസ് താല്പര്യമുള്ളവരാണെങ്കിൽ പൈസ എക്സ്ട്രാ കൊടുക്കണം. എന്നാലും അത്ര വലിയ കോസ്റ്റ്ലി അല്ല. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ത്രില്ലിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് പ്ലേസ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വണ്ടർല തിരഞ്ഞെടുക്കുക. എന്നാൽ നിങ്ങൾ ഫാമിലി മൊമെന്റ്സ്, ഗ്രൂപ്പ് ഇന്ററാക്ഷൻസ്, കിഡ്സ് കംഫോർട്ടൊക്കെ നോക്കണേ. ഈവൻ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് ഒരുമിച്ച് ഗെറ്റ് ടുഗദർ കൂടാനായാലും ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ജോളിവുഡ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ടൈമിങ് പലതുണ്ട് നമ്മൾ കോംബോ തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് രാവിലെ 10:45 തൊട്ട് 7 മണി വരെയുള്ള പാക്കേജ് നമുക്ക് എടുക്കാം. അതാണ് നോർമൽ ടൈമിംഗ് എന്ന് പറയുന്നത്. ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം
അതിൽ പകൽ ആംബിയൻസും ഇത്തരം ആക്ടിവിറ്റീസ്, അഡ്വഞ്ചറസ്, ഫൺ, വാട്ടർ റൈഡ്സ്, ഫുഡൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ആ ഒരു ടൈമിങ്ങിൽ. ലാസ്റ്റ് നൈറ്റ് വ്യൂവും കണ്ട് നമുക്കെല്ലാം ആസ്വദിച്ച് പോകാനുള്ളൊരു ടൈമിംഗ് ഉണ്ട് ആ ഒരു പാക്കേജിൽ. ഇതിൽ ലഞ്ച് ബഫറ്റ് വരുന്ന പാക്കേജ് ഉണ്ട്, അത് വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ട് ആ കോംബോ കൊടുക്കാം. പക്ഷെ ഞാൻ അതൊരിക്കലും സജസ്റ്റ് ചെയ്യില്ല, കാരണം ബഫറ്റൊക്കെയാണ് എനിക്കൊന്നും അത്ര ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നല്ല ഫുഡ്, അത് ഒരാൾക്ക് പെർ പേഴ്സൺ, നമ്മൾ കുറേ ടീമൊക്കെ ആയിട്ട് വരുമ്പോൾ അതൊരു വേസ്റ്റ് ഓഫ് മണി ആയിട്ട് തോന്നുള്ളൂ. അതല്ലാണ്ട് അവിടെ ഒരുപാട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഒരുപാട് ഫുഡ് കോർട്ടിൽ ഒരുപാട് സ്റ്റോറുകളുണ്ട്. അപ്പോൾ അങ്ങനെ കോംബോയിൽ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഓരോ സ്ഥലത്ത് ഓരോ പോയിന്റുകളുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വാട്ടർ സ്പോർട്സിന് പോകണമെങ്കിൽ അങ്ങനെ പോവാം. പക്ഷെ രാവിലത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഇത്തരം കാര്യങ്ങളാണ്. ഇത് അങ്ങനെ നടന്നു നീങ്ങുമ്പോഴുള്ള ഒരു പോയിന്റാണ് ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ടൈം ട്രാവൽ ചെയ്യിപ്പിക്കുക. അതായത് പണ്ടത്തെ കാലത്തോട്ട് കൊണ്ടുപോയി ഡൈനോസറിന്റെ കാലത്തോട്ട് ഡിംബോസർ എന്ന് പറയാം. അത്തരം ഒരു ചെറിയൊരു അതിൻ്റെ ഒരു വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ആ ഒരു വേർഷൻ ഞാൻ കാനഡയിൽ പോയിട്ടുണ്ട്, ഡൈനോസർ പാർക്കിൽ. നല്ല അടിപൊളിയാണ്, അവിടുത്തെ ഒറിജിനൽ ഇതുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ഒന്നും പറയാനില്ല. പക്ഷെ ബാംഗ്ലൂർ, നമ്മുടെ നാട്ടിൽ ഇത്തരം സ്ഥലങ്ങൾ വരുമ്പോൾ നമുക്കതൊരു വാവാണ്. അപ്പോൾ അത് ഡൈനോസറിന്റെ ഒറിജിനൽ ഫോസിൽസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം ഞാൻ കാനഡയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ലൈക്ക് നമുക്കൊരു വർത്ത് ആണ്. ടിക്കറ്റിൽ എല്ലാം ഇൻക്ലൂഡഡ്, നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ടിക്കറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ അഡൾട്ടിന് 1399 രൂപയാണ് നോർമൽ ഡേയ്സിലെ കാര്യങ്ങളാണ്. വീക്കെൻഡ് ഫെസ്റ്റിവൽ ടൈമിൽ പൈസ കൂടാം. പിന്നെ കിഡ്സിനും സീനിയേഴ്സിനും ഡിസ്കൗണ്ട് ഉണ്ട്. 999 ആണ് പറയുന്നത്. പക്ഷെ ഓരോ സമയത്തും വാരി ചെയ്യാം. ബിലോ 3 ഇയേഴ്സിനാണെങ്കിൽ ഫ്രീ ആണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാലും വലിയ ക്യൂ നിൽക്കേണ്ടെന്നും ആവശ്യമില്ല. അത്ര വലിയ ടെൻഷനുള്ള കാര്യമില്ല. രാവിലെ 10:45 തുറക്കുക. അപ്പോൾ ആ ഒരു തുറക്കുന്ന സമയത്ത് തന്നെ എത്താൻ നോക്കുക. ആ സമയത്ത് പാക്കേജ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ മാക്സിമം 50% or എബോവ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ അവിടെ എത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താൽ മതി, ഈ കോംബോ എടുത്താൽ മതി. പിന്നെ ഓരോ ഭാഗത്ത് നിങ്ങൾ പോകുന്ന വഴിക്ക് നോർമൽ കഫിൻ, സ്നാക്സ് പാർലേഴ്സ് ഒക്കെ കാണാം. പിന്നെ ലഞ്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലോസ്റ്റ് വേൾഡിന്റെ ഓപ്പോസിറ്റ് വഴിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ഫുഡ് കോർട്ടിലോട്ടാണ്. അവിടുത്തെ ഫുഡ് ചൂസ് ചെയ്യാം. അങ്ങനെ ഈ ഡൈനോസറിന്റെ ആ റൈഡ് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഡൈനോസറിന്റെ ജസ്റ്റ് ഒരു മിനിയേച്ചർ വേർഷൻ കാണിക്കുന്ന ഒരു മ്യൂസിയം ആട്ടോ ഇത്. 2 ഫ്ലോറുള്ള ഒരു മ്യൂസിയം ആണ്. പക്ഷെ ഇതിന്റെ നല്ല അടിപൊളി വേർഷൻസ് ഞാൻ കാനഡയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫീലൊന്നും ഇല്ല, എന്നാലും ഓക്കെയാണ്, നമ്മുടെ നാടല്ലേ. ഇനി രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 3 മണി തൊട്ട് 9:30 വരെ ഫുഡ് ഉള്ളതാണ്. അതിനു മുന്നേ ഞാൻ ഈ ഫുഡ് കഴിച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് കയറി. ഇതൊരു ലൈറ്റ് ഇലൂഷൻസ് കാണിക്കുന്ന, ഗ്ലോ ഗാർഡൻ കാണിക്കുന്നത് പുതിയത് വന്നതാട്ടോ. ഇതൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ പുതിയത് വന്നിട്ടുണ്ട്. ഇത് ടൈറ്റാനിക്കിന്റെ ഒരു മ്യൂസിയം ആണ്. ടൈറ്റാനിക്കിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ എന്ന് പറയാം. കുറച്ച് ഇമേജസും അവിടുത്തെ ടൈറ്റാനിക്കിൽ ഒരു ഷിപ്പ് പോലെ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതാണ്. ഇനി കോംബോനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടാമത്തെ 3 PM to 9 PM വരെയാന്ന് പറഞ്ഞല്ലോ, വിത്ത് ഫുഡ് അടക്കമുള്ള. പക്ഷെ അതിൽ വാട്ടർ റൈഡ് ആക്ടിവിറ്റീസ് ഒക്കെ മിക്കത് 5 മണിക്ക് ക്ലോസ് ആകുന്നതുകൊണ്ട് പകൽ കോംബോ പാക്കേജാണ് ഏറ്റവും നല്ലത്. കാരണം 3 മണിക്ക് വരാണെങ്കിൽ നമ്മൾ വന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുമ്പോഴേക്കും 5 മണിയാവും. വാട്ടർ റൈഡും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഫുഡ് കഴിക്കാനും ജസ്റ്റ് ഈ സ്ഥലം ജസ്റ്റ് കണ്ടു എന്നുള്ളൂ. റൈഡ് ആക്ടിവിറ്റീസ് ഒന്നും നിങ്ങൾക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ബെസ്റ്റ് അതാണ്, രാവിലത്തെ പാക്കേജ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ വീക്കെൻഡുകളിൽ മ്യൂസിക് ഷോ ഒക്കെ ഉണ്ടാവും. രാത്രി 7 മണിക്ക് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ മ്യൂസിക് ഷോ ഉണ്ട്. 7 മണിക്ക് തന്നെ നമ്മൾ വന്ന് സ്റ്റാർട്ടിങ് എൻട്രൻസ് ഇല്ലേ, അവിടെ നമുക്ക് വാട്ടർ ഫൗണ്ടൈൻ വിത്ത് ലൈസസ് ഷോ ഒക്കെ കാണാം. അതിനുശേഷം മ്യൂസിക് ഷോസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഫെസ്റ്റിവൽ ടൈമിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഫെസ്റ്റിവൽ ടൈമിൽ, ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ വരാണെങ്കിൽ യൂറോപ്യൻ സ്റ്റൈല് ഡാൻസ്, ഇൻസ്ട്രുമെന്റൽ ഷോസ് ഒക്കെ കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ റൈഡ്സിന്റെ അവിടേക്ക് പോവാണ്. ഇത് എനിക്ക് പേടിയുള്ളതാണ്, എന്നാലും ഒരുപാട് റൈഡുകളുണ്ട്. നമ്മൾ ഒരു ലൈഫല്ലേ ഉള്ളൂ, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. ഇത് സ്വിംഗ് റൈഡ് എന്ന് പറയും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സ്കൈ സ്വിങ്ങർ എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, മുകളിലോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ചെറിയ, അത്ര വലിയ ടെൻഷൻ ഉളവാക്കുന്ന റൈഡുകളൊന്നുമല്ല, നോർമൽ അഡ്വഞ്ചേഴ്സ് റൈഡുകളായിട്ടാണ് തോന്നിയത്. പിന്നെ കിഡ്സിന്റെ കുറച്ച് റൈഡുകൾ കാണാം.
ഈ ഭാഗത്ത് തന്നെയാണ് സിപ്പ് ലൈൻ വരുന്നുണ്ട്. നമ്മൾ സിപ്പ് ലൈനൊക്കെ നമ്മുടെ നാട്ടിൽ വയനാട്ടിലും മൂന്നാറിലൊക്കെ കണ്ടിട്ടുണ്ട്. സിപ്പ് ലൈൻ സൈക്കിളായിട്ട് രണ്ട് സൈഡ് 2 പേർക്ക് അറ്റ് എ ടൈം ഇരുന്ന് പോകുന്ന സിപ്പ് ലൈൻ ഉണ്ട്. അതിന്റെ മറ്റു വശത്താണ് ഈ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉള്ളത്. വാട്ടർ സ്ലൈഡ്സുകളുണ്ട്, പൂളുണ്ട്, ഫാമിലി പൂളുണ്ട്, പിന്നെ വാട്ടർ വേവ്സ് വരില്ല അതുണ്ട്, പിന്നെ റെയിൻ ഡാൻസ് ഉണ്ട്. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് റിലാക്സ് ചെയ്ത് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് റൈഡുകളിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാം ഫോട്ടോ എടുക്കാൻ എന്തായാലും നമുക്ക് റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. പിന്നെ ബമ്പർ കാറുണ്ട്. എൻ്റെ ആക്സിലേറ്റർ ഇത്തിരി കൂടിയോണ്ട് ഞാൻ കുറേ ഇടികിട്ടി നല്ല നടുവേദന എടുത്തു. ഒരാവേശത്തിൽ നല്ല സ്പീഡിലൊക്കെ പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലൊക്കെ കയറി മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് റിലാക്സ് ചെയ്ത് തന്നെ വരാൻ പറ്റി. നൈറ്റ് പെട്ടെന്ന് ആയിപ്പോയി. നൈറ്റ് ലാസ്റ്റ് ഭാഗത്തൊരു മിനിയേച്ചർ സിറ്റി എന്ന് പറഞ്ഞ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇരുട്ടായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് അധികം ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് മിനിയേച്ചർ സിറ്റി. അപ്പം അത് മാത്രമാണ് ആ കൂടി ഒരു വിഷമമായുള്ളൂ. അത് അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ബാംഗ്ലൂരിനും മൈസൂരിനും ഇടയ്ക്കാണ് വിദാതി എന്ന സ്ഥലത്താണ് ഈ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് വന്നിട്ട് എടുക്കാമെങ്കിലും ഓൺലൈനിൽ എടുക്കുക. അപ്പോൾ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ബന്നാർഘട്ട നാഷണൽ പാർക്ക്, പിരമിഡ് വാലി, ആർട്ട് ഓഫ് ലിവിങ് ഒക്കെ എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. അതിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. താങ്ക്